ഹലോ ഫ്രണ്ട്സ്, ജപ്പാനിലെ 3 സീസണുകളിലൂടെ നമ്മൾ നടത്തുന്ന ഒരു യാത്രയാണ് ഈ വീഡിയോ. ജപ്പാനിൽ നമുക്ക് 4 സീസണുകൾ വളരെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയും: വിൻ്റർ, സ്പ്രിംഗ്, സമ്മർ, ഓട്ടം. ഈ വീഡിയോയിൽ 3 സീസണുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വിൻ്റർ സീസണിൽ ആദ്യമായി ഞാനിവിടെ വരുമ്പോൾ നല്ല തണുത്ത കാറ്റായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു പച്ച പുല്ല് പോലും കാണാനുണ്ടായിരുന്നില്ല. മരങ്ങളാണെങ്കിൽ ഉണങ്ങിക്കരിഞ്ഞ മരങ്ങൾ പോലെ, ഒരു ചെറിയ ഇല പോലും പച്ച നിറത്തിലോ മറ്റു നിറത്തിലോ നമുക്ക് ഇലകൾ കാണാൻ കഴിയില്ല. വെറും കമ്പുകൾ മാത്രമായി ഉണങ്ങിയ മരങ്ങൾ പോലെയാണ് അവ നിന്നിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നല്ല രീതിയിൽ മഞ്ഞ് പെയ്യാൻ തുടങ്ങി. ആ പ്രദേശം ആകെ മഞ്ഞ് കൊണ്ട് മൂടി. മരങ്ങൾ മുഴുവൻ മഞ്ഞ് പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ജപ്പാനിലെ വിൻ്റർ എന്ന് പറയുന്നത് ഡിസംബർ മുതൽ ജനുവരി വരെയാണെങ്കിലും ഈ ഒരു പ്രദേശത്ത് ഇത്രയും മഞ്ഞ് വീഴുന്നത് സാധാരണമല്ലെന്ന് അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞിരുന്നു. മാർച്ചിൻ്റെ ആദ്യത്തോടു കൂടി മഞ്ഞ് വീഴ്ചയൊക്കെ കുറഞ്ഞ് വിൻ്ററിൻ്റെ അവസാനത്തിലേക്ക് എത്തി. ഇനി മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഏതൊരു ജപ്പാൻകാരൻ്റെയും ജീവിതത്തിലെ ഏറ്റവും ആഘോഷകരമായ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് ജപ്പാനിൽ സാക്കുറ മരങ്ങൾ പൂത്തു നിൽക്കുന്നത്. ഒരു ഇല പോലുമില്ലാത്ത മരത്തെ മൂടുന്ന രീതിയിൽ നിറയെ പൂക്കളായിരിക്കും. ജപ്പാനിൽ എവിടെ പോയാലും സാക്കുറ മരങ്ങൾ കാണാം. ഈ ഒരു സമയത്ത് ജപ്പാൻകാർ സകുടുംബം ഈ മരങ്ങൾക്ക് കീഴെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയും മദ്യപിക്കുകയും അവരുടെ ജീവിതം ഒരുമിച്ച് ആസ്വദിക്കുകയും ചെയ്യുന്നു. ഇതിനാണ് ഇവിടെ ചെറി ബ്ലോസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പൂത്തു നിൽക്കുന്ന മരങ്ങളിലേക്ക് ഒരുപാട് പക്ഷികൾ കൂടി വരുന്നതോടുകൂടി ഈ കാഴ്ചയ്ക്ക് കൂടുതൽ മിഴിവേകുന്നു. സാക്കുറ പൂക്കളുടെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 10 മുതൽ 14 ദിവസങ്ങൾ വരെയാണ്. അതിനിടയിൽ ആ മരങ്ങളിൽ ഇലകൾ വന്നു തുടങ്ങും. ഇലകൾ വന്നു തുടങ്ങുന്നതോടുകൂടി പൂക്കൾ കൊഴിയാൻ തുടങ്ങും. ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള സമയമാണ് ജപ്പാനിൽ സമ്മർ എന്ന് പറയുന്നത്. സമ്മറിലേക്കുള്ള ആ മാറ്റത്തിനിടയ്ക്ക് ചില ദിവസങ്ങളിൽ നല്ല ചൂടും ചില ദിവസങ്ങളിൽ നല്ല മഴയുമായിരിക്കും. നമ്മുടെ നാട്ടിലും വേനൽക്കാലത്ത് വരുന്ന വേനൽ മഴ പോലെ ആയിരിക്കാം ഒരുപക്ഷെ ഇതും. ഈ ഒരു കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പ്രതിഫലനമെന്നോണം എല്ലാ മരങ്ങളിലും ഇലകൾ വന്ന് പച്ചപ്പുല്ലുകൾ നിറഞ്ഞു. വിൻ്ററിൽ ഒരു ഇല പോലുമില്ലാതെ തീർത്തും ഉണങ്ങി നിൽക്കുന്ന മരങ്ങളെപ്പോലെ കാണപ്പെട്ട എല്ലാ മരങ്ങളിലും ഇന്ന് ഇലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതുതന്നെയാണ് ജപ്പാനിലെ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കൃത്യമായി ആ കാലാവസ്ഥകളിലുണ്ടാകുന്ന ഓരോ വ്യത്യാസവും ഇവിടെയുള്ള മരങ്ങളിലും ചെടികളിലും നമുക്ക് കാണാൻ കഴിയും. സമ്മറിൻ്റെ തുടക്കത്തിൽ കിട്ടിയ മനോഹരമായ ഈ ഒരു മഴയോടുകൂടി നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. 3 സീസണുകളും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി.